3.5 വർഷത്തേക്ക് ഇസ്രായേൽ ദേശത്തെങ്ങും മഴ ലഭിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് പ്രവാചകനായ ഏലിയാവ് സമൃദ്ധമായ ഒരു മഴയെക്കുറിച്ചുള്ള വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിനു നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോകുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. പ്രവാചകനായ ഏലിയാവ് സമൃദ്ധമായ മഴയുടെ വാഗ്ദത്തത്തെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനിടയായി. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോഴാണ് സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇസ്രായേൽ ദേശത്തെങ്ങും സ്വർഗം 3.5 വർഷത്തേക്ക് അടഞ്ഞ് കിടന്നിരുന്നു. എന്നാൽ 3.5 വർഷത്തെ സമൃദ്ധമായ മഴ ഒന്നിച്ച് വന്നിറങ്ങുവാൻ പോകുന്നു. ചില ആളുകളുടെ ജീവിതത്തിൽ 10 വർഷം, 15 വർഷം, 20 വർഷത്തേക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ മഴയും കണ്ടിട്ടില്ലായിരിക്കാം. എത്ര ദിവസം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും മഴയെ കാണാതിരുന്നുവോ, അത്രയും ദിവസത്തെ അഭിവൃദ്ധിയുടെ മഴ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിച്ച് വന്നിറങ്ങുവാൻ പോകുന്നു. എത്ര വർഷം ശത്രു നിങ്ങളുടെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചോ, അത്രയും വർഷത്തെ അനുഗ്രഹങ്ങളും നന്മകളും ഒന്നിച്ച് തുറക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ വാഗ്ദത്ത വചനത്തെ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. യെരമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ദേശത്തിനായും കാർമേഘങ്ങളെ സൃഷ്ടിക്കുന്നു. അതെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ കാർമേഘങ്ങൾ രൂപപ്പെടുന്നു. എന്തുകൊണ്ടാണ് ചിലർ അനുഗ്രഹിക്കപ്പെടുന്നു, ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നു? അതിനുള്ള കാരണം, ചില വ്യക്തികൾ അനുഗ്രഹത്തിൻ്റെ മഴയെക്കുറിച്ച് മാത്രമാണ് കേൾക്കുന്നത്. എന്നാൽ ചിലർ അനുഗ്രഹത്തിൻ്റെ മഴയെക്കുറിച്ചും കേൾക്കും. പ്രവാചകനായ ഏലിയാവ് ശക്തമായി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ കാർമേഘങ്ങൾ രൂപപ്പെടുന്നു. ദൈവം അവയെ സൃഷ്ടിക്കുന്നു, കാരണം അവൻ സൃഷ്ടാവാണ്. ഒരു കാർമേഘത്തിൻ്റെ അകത്ത് നിറച്ചും വെള്ളമാണ്. എന്നാൽ ദൈവം മിന്നലിനെ അയക്കുമ്പോഴാണ് ആ മിന്നലിലൂടെ മഴ ഭൂമിയിലേക്ക് വരുന്നത്. പ്രാർത്ഥന കാർമേഘത്തെയും മിന്നൽ ദൈവവചനത്തിൻ്റെ വെളിപ്പാടിനെയും കാണിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണാം. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ കാർമേഘങ്ങളെ സൃഷ്ടിക്കുന്നു. പക്ഷേ അവർക്ക് മഴയെ കാണുവാൻ സാധിക്കുന്നില്ല. അതിനുള്ള കാരണം അവർക്ക് ദൈവവചനത്തിൻ്റെ വെളിപ്പാടില്ലാത്തതാണ്. ദൈവവചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് മിന്നൽ ഉണ്ടാകുന്നത്. അപ്പോഴാണ് സ്വർഗീയ അന്തരീക്ഷം നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന്
കാർമേഘങ്ങൾ ഉണ്ടാകുന്നു, മിന്നൽ ഉണ്ടാകുന്നു. എന്നാൽ കാറ്റാണ് തീരുമാനിക്കുന്നത് മഴയെ എങ്ങോട്ടാണ് അയക്കണമെന്ന്. ഇവിടെ കാറ്റിനെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അനേക വ്യക്തികൾ അനേക രാജ്യങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കാർമേഘങ്ങളായി രൂപപ്പെടുന്നു. എന്നാൽ ആ പ്രാർത്ഥനയാകുന്ന കാർമേഘങ്ങൾ നമ്മിലേക്കാണ് ആകർഷിതമാകുന്നത്. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് മറ്റു രാജ്യങ്ങളുടെ പ്രാർത്ഥനയാകുന്ന കാർമേഘങ്ങളെ നമ്മുടെ അടുക്കലേക്കാണ് കൊണ്ടുവരുന്നത്. വലിയ മഴയെ നിറച്ച കാർമേഘത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇന്ത്യയുടെ മേലാണ് ഒരു ആത്മീക ഉണർവായി പെയ്തിറക്കുന്നത്. ഒരു ചെറിയ കാർമേഘം വലിയ മഴയായി ഇസ്രായേൽ ദേശത്ത് മുഴുവനും പെയ്തിറങ്ങിയെങ്കിൽ ഇതുപോലുള്ള കാർമേഘങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ രൂപപ്പെടുന്ന ഈ കാർമേഘങ്ങൾ നിങ്ങളുടെ ദേശത്തെയും രാജ്യത്തെയും നനയ്ക്കുവാൻ ഇടയാകും. ഒരു വലിയ ആത്മീക ഉണർവാകുന്ന വൻമഴ നിങ്ങളുടെ രാജ്യത്ത് പെയ്തിറങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും.